ഹായ് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഞങ്ങളുടെ വീടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. ഇതാട്ടോ ഞങ്ങളുടെ വീട്. സ്വന്തം വീടല്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ഞങ്ങൾ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിലോട്ട് കയറി വരുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുന്നതുണ്ടോ? ഈ പടർത്തിയിട്ടിരിക്കുന്നതാണേ ഫാഷൻ ഫ്രൂട്ടാണ്. ഈ പടർത്തിയിട്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇവിടെയാണ് ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ. പിന്നീട് അവിടെ ഒരെണ്ണമുണ്ട്. അത് പക്ഷേ ഇതാണ് കേട്ടോ, കോവയ്ക്കാണ് കേട്ടോ. ഇഷ്ടംപോലെ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറേ കണ്ടോ, ഇത് തക്കാളിയാണ്. പിന്നെ ചീരയുണ്ട്. പിന്നെ മുളക് നട്ടിട്ടുണ്ട്. കണ്ടോ, വഴുതനങ്ങയുണ്ട്, ചീര, അങ്ങനെ അങ്ങനെ ഇത് പയറാണ് കേട്ടോ. പയറ് അങ്ങനെ ഇതൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇത് ഓമയ്ക്കുണ്ട്. ഓമയ്ക്കൊക്കെ നല്ലപോലെ പഴുത്ത് നിൽപ്പുണ്ട്. കാണാൻ പറ്റുമോന്ന് അറിയില്ല. കണ്ട, ഓമയ്ക്ക് നല്ല പഴുത്ത് നിൽപ്പുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കോവയ്ക്ക കേട്ടോ. ഇഷ്ടം പോലെ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറിക്കാതെ ഇരുന്നിരുന്ന് ഇത് ഫുള്ള് നല്ലപോലെ പഴുത്ത് പോകുന്നുണ്ട്. കോവയ്ക്ക കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. കോവയ്ക്ക ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ ഇതാണ് കേട്ടോ അതിൻ്റെ ഈയൊരു ഇതിൽ നിന്നാണ് ഇത്രയും കോവയ്ക്ക കിട്ടിയത്. ഇതാകണ്ട. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഞങ്ങളുടെ കോഴികളൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. കോഴി കുഞ്ഞുങ്ങളുണ്ട്, കോഴികളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുള്ള് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പട്ടി ശല്യം ഉള്ളത് കൊണ്ട് തന്നെ അടച്ചിട്ടേക്കണത്. ഈ കോഴിക്കൂട്ടിനകത്ത് തന്നെ ഒരു ജെറിമരമുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ജെറിയുണ്ട് ഇതിനകത്ത്. ഞാനത് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്താണ് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു ഇതിനകത്ത് കോഴിക്കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഇതിനകത്തായിരിക്കും കിടക്കുന്നത്. കാരണം ഒന്നും കൊത്തിക്കൊണ്ടൊന്നും പോകാതിരിക്കാൻ പറ്റി ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടേക്കാണ്. അതിനകത്ത് കോഴികളാണ് ഉള്ളത്. ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ്. ഞാൻ കോഴികളെല്ലാം അടിച്ചകത്ത് കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കോഴിയെല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്താണ് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളുള്ളത്. കാരണം ഇതിങ്ങനെ വല ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം ഇത് വെള്ളോട്ടൊന്നും ഇറങ്ങി പട്ടിയൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ടൂർ ചെയ്യണം എന്നൊരു സംശയം. എന്നാലും കാണിച്ചു തരാം. കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാമേ. ഇതിനകത്ത് കോഴിയും കുഞ്ഞുങ്ങളുണ്ട്. തുറന്ന് പൂട്ട കണ്ടോ, കോഴിയും കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. അടച്ചേക്കട്ടെ. അത് ജസ്റ്റ് തുറന്നപ്പോഴേ അതെല്ലാം ഇങ്ങനെ ചാടി വരാൻ വേണ്ടി നിന്ന് കുറ്റിയിട്ടേക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോഴിയും കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോഴിക്കോട്. ഇതുപോലൊരു കോഴിക്കോട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലും ഇതുപോലൊരു കോഴിക്കോട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് കോഴിക്കോട് കേട്ടോ. ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? മേളിൽ നിൽക്കുന്ന കോഴിക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. വാപ്പാണ് കേട്ടോ ഇതെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തതിന് ഞങ്ങളുടെ ആടിനെ കാണിച്ചു തരാം. ആടിതാ ഈ കോഴിക്കോട് തുറന്ന് നമ്മൾ വെളിയിലിറങ്ങി കുറ്റിയൊക്കെ. ഇനി ഞാൻ ആടിനെ കാണിക്കാമേ. ഇതാണ് ഞങ്ങളുടെ ആടുകളുടെ താവളം. ഇവിടെയാണ് കേട്ടോ ആടിനൊക്കെ കെട്ടുന്നത്. ഇവിടെ നല്ല രസം കേട്ടോ. ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇവിടെ നല്ല ആ ഒരു വലിയ മരം നിൽപ്പില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ നല്ല രസം കേട്ടോ. ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. അതാണ് ഞങ്ങളുടെ ആട്. രണ്ടുപേരും ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ ആട്. 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 ഇതാണ് ഞങ്ങളുടെ ആട്
ഇതൊരാൾ, ഇത് അടുത്ത ആൾ, കണ്ടോ. പിന്നെ ഇതാ ചക്കയൊക്കെ നല്ല ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആട്. പിന്നെ ഇതാ ഈ മരം നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല. ഈ മരം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഈ വലിയ മരം എന്ന് പറയുന്നത്, ഇത് ശീലാന്തി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഇല കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഇല വെച്ച് ഞങ്ങളിവിടെ അപ്പം ഉണ്ടാക്കും കേട്ടോ. ശീലാന്തിയുടെ ഇല വെച്ചിട്ടിവിടെ ശീലാന്തി അപ്പം ഉണ്ടാക്കുവേ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ ആടിനെ അഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയൊക്കെ കെട്ടി വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആടും കോഴിയൊക്കെ. കാണുന്നതാണ് ഞങ്ങൾ വീടിൻ്റെ പുറകുവശം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് വീടിൻ്റെ ബാക്ക്. പിന്നീട് ഇതാ ഇവിടെ തേങ്ങയുണ്ട് കേട്ടോ. തെങ്ങും അങ്ങനെ തേങ്ങ ഉള്ളത് കൊണ്ട് ചിരട്ടയും തൊണ്ടുമെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടേ. ആ കാണുന്ന അവിടെയാണ് കേട്ടോ ഞങ്ങൾ ആടിനെ കെട്ടുന്നത്. ആ ഒരു ഡോറ് കണ്ടല്ലേ, അതാണ് ആടിനെ കെട്ടുന്നത്. ഇതവിടെ 2 കൊല ഇരിക്കുന്ന കാണാൻ പറ്റുമോ എന്തോ. ഇത് ഞങ്ങളുടെ വാഴ കുലച്ചതാണ് ഇത്. ഇതാ ഞങ്ങളുടെ അടുപ്പൊക്കെ അവിടെ ഉണ്ട്. സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. വീടിൻ്റെ റൈറ്റ് സൈഡിലാണ് കിണർ വരുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ എൻ്റെ മോളുടെ ബാഗ് ഞാൻ കഴുകി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു വാഴ കൊലച്ച് നിൽപ്പുണ്ടേ. ഇതാ പൂവൻ വാഴയാണ് കേട്ടോ. ഇതാ കൊലച്ച് നിൽപ്പുണ്ട്. അതിങ്ങനെ മറച്ച് വെച്ചേക്കാണ് കേട്ടോ, പഴുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണേ. പിന്നെയുണ്ട് ഒരു ചൊല്ലയും കൂടെ ഉണ്ട്, പക്ഷേ അത് വിളഞ്ഞിട്ടില്ല. ഇതാ കണ്ടോ, അതിനും പാകമാകാനുണ്ട്. അങ്ങനെ ഇതാ വേറൊരു കൊല, അതും ഇങ്ങനെ പൊതിഞ്ഞ് നിർത്തിയേക്കാണേ. ഇതാ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് റോബോസ്റ്റാണേ. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ പരിസരം കേട്ടോ. ഇതാ ഇവിടെ ഒരു ചക്ക കണ്ട ചക്ക കിടക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ചക്ക ഇങ്ങനെ മേളിലാണ് കേട്ടോ ചക്ക കിടക്കുന്നത്. കണ്ടോ സൈഡിലായിട്ട് ഒരുപാട് ചക്കയിലെ മേളിലെ കൊമ്പിൽ ഇങ്ങനെ കിടപ്പുണ്ടേ. അതെന്തായാലും പറിക്കാൻ പറ്റത്തില്ല. ഇത് മിക്കവാറും അത് പഴുത്ത് താഴെ വീഴുമ്പോഴായിരിക്കും കഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. പക്ഷെ നല്ല കൂഴച്ചക്കയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊരു ബദാം മരമാണ് കേട്ടോ ഞങ്ങളുടെ. ബദാം മരം താഴെ നോക്കിയാൽ ബദാങ്ക ഇങ്ങനെ താഴെ കിടപ്പുണ്ട് കണ്ട. ബദാങ്ക മിക്ക സമയങ്ങളിലും ഇതിനകത്ത് ബദാങ്ക ഞാൻ എപ്പോൾ നോക്കിയാലും കാണും കേട്ടോ. ബദാങ്ക ഒരിക്കൽ പോലും ഇതിൻ്റെ ബദാങ്ക ഇല്ലാതിരിക്കത്തേ ഇല്ല. എപ്പോഴും ബദാങ്ക ഒരെണ്ണം കഴിക്കണം തോന്നിയതാ ഇഷ്ടം പോലെ താഴെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതായി കാണുന്ന ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം ഇങ്ങനെയാണേ. ഇവിടെ വാഴ കൊലച്ച് നിൽപ്പുണ്ട്. 2 വാഴയുണ്ട്. ഇല്ല കാണുന്നിടത്ത് കണ്ടോ തേങ്ങ. ഞങ്ങളിവിടെ തേങ്ങ ആട്ടുന്നുണ്ട് കേട്ടോ. വീട്ടിൽ തേങ്ങ ഉണ്ട്. അപ്പോൾ അത് ആട്ടാൻ പോകുമ്പോഴത്തേക്കും അതിൻ്റെ തൊണ്ടൊക്കെ ഇങ്ങനെ പൊതിച്ചതാ ഇങ്ങനെ ആക്കി അടുക്കി ഇട്ടേക്കും കേട്ടോ. അതാണ് കേട്ടോ, അത് ആ സൈഡിൽ മൊത്തം അതാണ്. പറങ്ങാവുണ്ട്. ഇതാ പറങ്ങാൻ്റെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പഴുത്ത് താഴെ വീണിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു മഞ്ചാടി മരമുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ. വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോയി. വീട്ടിനകത്തുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം അടുത്ത വീഡിയോയിൽ വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണുന്നവരെ ബൈ.